Dear students, welcome to the next video of Online Academy. Now we are going to learn the remaining part of the lesson, Adventures in Banyan Tree. My first friend and familiar was a small grey squirrel. എന്റെ ആദ്യത്തെ ചങ്ങാതിയും സുഹൃത്തും ഒരു ഗ്രേ കളറുള്ള അണ്ണാനായിരുന്നു. അടുത്ത ക്യാരക്ടർ കഥയിലേക്ക് വരികയാണ്. കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഗ്രേ സ്ക്വിറൽ. അപ്പോ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാൻ വേണ്ടി ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. ആർട്ടിംഗ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദ എയർ. അവൻ എങ്ങനെ നടക്കുന്നതെന്ന് അറിയാമോ? മുതുകും ഇങ്ങനെ കുറച്ച് ഒരു വലിപ്പത്തില് കുനിഞ്ഞിട്ട് അന്തരീക്ഷത്തില് ഇങ്ങനെ മണം പിടിച്ചാണ്. സ്നിഫിംഗ് മീൻസ് മണം പിടിക്കുകയാണ്. മുതുകൊക്കെ കുറച്ചിങ്ങനെ വളച്ച് അന്തരീക്ഷത്തില് മണം പിടിച്ചാണ് അവൻ നടക്കുന്നത്. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് റിസെന്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. റിസെന്റ് മീൻസ് ദേഷ്യം പ്രകടിപ്പിക്കുക എന്നാണ്. ടു ഫീൽ ബിറ്റർ ഓർ ആംഗ്രി അബൌട്ട് സംതിങ്. എന്തിനെങ്കിലും ഒരു ദേഷ്യം പിടിച്ചിട്ടാണ്, അതായത് അവന്റെ ആ പ്രൈവസിയിലേക്ക് നമ്മുടെ കഥാപാത്രമായ ബോയ് ചെന്നെത്തുകയാണ്. അപ്പൊ അവനെ പിടിക്കുന്നൊന്നും അവനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവനൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അവൻ സമാധാനമായി താമസിച്ചുകൊണ്ടിരുന്ന ആൽമരമാണ്. അവിടേക്കാണ് നമ്മുടെ കഥാപാത്രം ബോയ് ചെല്ലുന്നത്. അപ്പൊ അന്നേരം അവനൊരു അസ്വസ്ഥത. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത്. പിന്നെ അവൻ കണ്ടു, ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം, എന്റെ കയ്യിൽ മൈസെൽഫ് വിത്ത് എ കാറ്റപ്പാൾട്ട് ഓർ എയർ ഗൺ, എന്റെ കയ്യിൽ ഒരു തെറ്റാലിയോ എയർ ഗണ്ണോ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹി ബിക്കേം ഫ്രണ്ട്ലിയർ. അവൻ എന്നോട് എങ്ങനെയായി? വളരെ സൗഹൃദത്തിലായി കേട്ടോ. വെൻ ഹി ഫൗണ്ട്, അവൻ കണ്ടപ്പോൾ, ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ്, എന്റെ കയ്യിലില്ല, വിത്ത് എ കാറ്റപ്പാൾട്ട് ഓർ എയർ ഗൺ, എന്റെ കയ്യിൽ ഒരു തെറ്റാലിയോ എയർ ഗണ്ണോ ഇല്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവൻ ഫ്രണ്ട്ലി ആയത്. ആൻഡ് വെൻ ഹി സ്റ്റാർട്ടഡ് ലിവിംഗ് ഹിം pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. എന്റെ കൈകളിൽ നിന്ന് പിന്നെ അവൻ എന്തൊക്കെയാണ്? കേക്കിന്റെ പീസോ ബിസ്ക്കറ്റിന്റെ പീസോ ഒക്കെ എടുക്കാൻ തുടങ്ങി. ഹി ഗ്രൂ ബോൾഡർ, അവൻ കൂടുതൽ ധൈര്യമുള്ളവനായി. ആൻഡ് ഫൈനലി പിന്നെ അവൻ നല്ല സൗഹൃദത്തിലായി. ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്, എന്റെ കയ്യിലുള്ള ഭക്ഷണങ്ങളൊക്കെ അവന് എടുക്കാൻ തുടങ്ങി. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിംഗ് ടു മൈ പോക്കറ്റ്. മാത്രമല്ല പിന്നെ എങ്ങോട്ടൊക്കെയാണ് പിന്നെ നോക്കാൻ തുടങ്ങിയത്? പിന്നെ തിരയാൻ തുടങ്ങി. ഡെൽവിംഗ് മീൻസ് അവന്റെ പോക്കറ്റിലൊക്കെ തിരയും. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അവൻ എന്താണോ വേണ്ടത് അതൊക്കെ എന്ത് ചെയ്യും? എന്റെ പോക്കറ്റിലൊക്കെ അങ്ങനെ പരതാനും അവിടെ നിന്ന് കിട്ടുന്ന എന്തും തിന്നാനും തുടങ്ങി കേട്ടോ. ഹി വാസ് വെരി യങ് സ്ക്വിറൽ, വളരെ ചെറുതാണ്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി, അവന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ടാവും. പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ്സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ വുമൺ. ഇവൻ എന്തൊരു പമ്പര വിഡ്ഢിയാണ് എന്ന് കേട്ടോ. അതായത് ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന അവൻ തന്നിഷ്ടക്കാരൻ, ഹെഡ്സ്ട്രോങ് തന്നിഷ്ടക്കാരനും ഒരു പമ്പര വിഡ്ഢിയുമാണെന്ന് അവന്റെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ കരുതി കാണുമെന്നാണ് പറയുന്നത്. ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട്, അവരൊക്കെ കരുതിയിട്ടുണ്ടാവും, ഹിം ഹെഡ്സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ വുമൺ. ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന, ട്രസ്റ്റിംഗ് മീൻസ് വിശ്വസിക്കുന്ന, ഹ്യൂമൻ മീൻസ് മനുഷ്യൻ, ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന ഈ അണ്ണാൻ കുഞ്ഞ് എത്ര വിഡിയും തന്നിഷ്ടക്കാരനുമാണെന്ന് ഒരുപക്ഷെ അവർ കരുതിയിട്ടുണ്ടാവാം. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് റെഡ് ഫിഗ്സ്. വസന്തകാലത്ത് ബനിയൻ ട്രീ നിറയെ, ആൽമരം നിറയെ ചുവന്ന പഴങ്ങളായിരുന്നു. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ബ്രാഞ്ചസ്. അങ്ങോട്ടേക്ക് പക്ഷികളെല്ലാം പറന്നെത്തും. ഫ്ലോക്ക്. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, അങ്ങോട്ട് എത്തുന്ന പക്ഷികളുടെ പേരാണ് പറയുന്നത് കേട്ടോ. ആലിൻകൊമ്പിലേക്ക് പറന്നെത്തുമായിരുന്നു. അപ്പൊ അടിഭാഗം ചുവന്ന ബുൾബുള്, ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, അടിഭാഗം ചുവന്ന ബുൾബുൾ പക്ഷികൾ. പിന്നെ അവരെങ്ങനെയാണ്? ചീർഫുൾ ആൻഡ് ഗ്രീഡി, പഴം തിന്നാൻ വരുവാണ്. അപ്പൊ പഴം തിന്നാൻ വരുന്നതിന്റെ ഉന്മേഷവും ആർത്തിയും ഒക്കെ അവരിലുണ്ടായിരുന്നു. ചീർഫുൾ ആൻഡ് ഗ്രീഡി, ഗ്രീഡി മീൻസ് ആർത്തി, ചീർഫുൾ അതീവ സന്തോഷത്തോടെയാണ് പഴം തിന്നാൻ വരുന്നത്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, പിന്നെ അത് മാത്രമല്ല അവരിങ്ങനെ ചിലമ്പിക്കൊണ്ടിരിക്കും. റോസി പാസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ആ കൂടെ ആരൊക്കെയുണ്ട്? തത്തയുണ്ട്. ആൻഡ് ക്രോസ്, കൂടാതെ കാക്കകളും ഉണ്ട്. അവര് സദാസമയം എങ്ങനെയാണെന്നറിയോ? സ്കാബ്ലിംഗ്, കലമ്പിക്കൊണ്ടിരിക്കും. വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, ഈ പക്ഷികളെല്ലാം കൂടി കലമ്പിക്കൊണ്ടിരിക്കും. ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ, അതായത് ഈ പഴങ്ങളുടെ കാലത്ത്, ദ ബനിയൻ ട്രീ വാസ് ദി നോസിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. എങ്ങനെയാണ്? വഴിയുടെ സമീപത്താണ് നമ്മുടെ ആൽമരം ഉള്ളത്.
വഴിയിൽ ഏറ്റവും ശബ്ദമുഖരിതമായിരുന്ന അതും ആൽമരമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടുത്തെ ശബ്ദം എന്തായിരുന്നു? ശബ്ദം എന്ന് പറയുന്നത് സ്വാമിങ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, അതായത് അവിടെ ഈ പക്ഷികളുടെ ഒരു ചിലമ്പലാണ്. എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും ഇതിങ്ങളുടെ ഒരു എന്താണ് ഒരു കലബല ശബ്ദം അങ്ങനെ കേൾക്കാം.